കിടിലൻ റെസിപ്പി ആട്ടോ ചെയ്യാൻ പോണത്. പൊട്ടാറ്റോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് വെച്ചാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. കാണാൻ ശരിക്കും ഒരു പിസ്സയുടെ ലുക്കാണ്, അതുപോലെ തന്നെ ടേസ്റ്റും പിസ്സ തന്നെയാണ്. പിസ്സക്ക് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് എത്ര വേണോ അത്രയും നമ്മൾ പൊരിക്കുക. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇതാക്കണം അവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാക്കണം നമ്മളൊരു പാൻ എടുത്തിട്ട് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ, അതൊന്ന് നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പിസ്സ സോസ്, മയോണൈസ്, മൊസറല്ല ചീസ്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഇതൊന്നും കാര്യമായിട്ട് അളവില്ല കേട്ടോ, എല്ലാവരുടെയും ടേസ്റ്റിനനുസരിച്ച് ഓരോന്നോരോന്നായിട്ട് എടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഒറിഗാനോവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒറിഗാനോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ഐക്കാർഡിൽ കൊടുക്കാം. അതൊന്ന് പോയി കാണണം കേട്ടോ. ഒരു ചിലവില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കടയിൽ പോയി വാങ്ങിക്കാന്നുണ്ടെങ്കിൽ നല്ല പൈസ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് 2 ലെയറായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഒന്നുകൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു ചീസൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാക്കണം നമ്മുടെ ചീസി ആയിട്ടുള്ള പിസ്സയുടെ ടേസ്റ്റിലുള്ള പൊട്ടാറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയതേ ഉള്ളൂ. പിസ്സ ഇഷ്ടമുള്ള ഏതൊരാൾക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്.